കൈകേയിയെ ഓർക്കുന്നില്ലേ? ദശരഥ മഹാരാജാവിന്റെ പ്രിയപ്പെട്ട പത്നി, ശ്രീരാമനെ സ്വന്തം മകനായ ഭരതനേക്കാൾ സ്നേഹിച്ചിരുന്ന അമ്മ. അങ്ങനെയുള്ള കൈകേയി എങ്ങനെയാണ് രാമനെ 14 വർഷം വനവാസത്തിനയക്കാനും ഭരതനെ രാജാവാക്കാനും ആവശ്യപ്പെട്ടത്? അവിടെയും ഒരു വിഷലിപ്തമായ സാന്നിധ്യമുണ്ടായിരുന്നു, മന്ധര എന്ന ദാസി. കൈകേയിയുടെ മനസ്സിനെ പൂർണ്ണമായും വിഷമയമാക്കിയത് മന്ധരയുടെ വാക്കുകളാണ്. രാമൻ രാജാവാകാൻ പോകുന്നു എന്ന വാർത്ത കേട്ട് കൊട്ടാരം മുഴുവൻ സന്തോഷത്തിലാറാടുമ്പോൾ മന്ധര ഓടി കൈകേയിയുടെ അടുത്തെത്തി. അവൾ പറഞ്ഞതെന്താണ്? വിഡ്ഢിയായവളെ, നീ എന്തിനാണ് സന്തോഷിക്കുന്നത്? നിന്റെ നാശത്തിന്റെ തുടക്കമാണിത്. രാമൻ രാജാവായാൽ കൗസല്യ രാജമാതാവാകും. നിനക്കും നിന്റെ മകൻ ഭരതനും പിന്നെ ഈ കൊട്ടാരത്തിൽ ഒരു വിലയുമുണ്ടാകില്ല. അവൾ നിന്നെ ഒരു ദാസിയെപ്പോലെ കണക്കാക്കും. ഭരതൻ രാമന്റെ അടിമയായി ജീവിക്കേണ്ടിവരും. കാലം കഴിയുമ്പോൾ നിന്നെയും ഭരതനെയും അവർ ഈ രാജ്യത്തുനിന്ന് തന്നെ പുറത്താക്കും. ആദ്യം കൈകേയി ഇതൊന്നും വിശ്വസിച്ചില്ല. അവൾ മന്ധരയെ ശാസിച്ചു. രാമൻ എനിക്ക് ഭരതനെപ്പോലെയാണ്. അവൻ ധർമ്മിഷ്ഠനാണ്. അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു. പക്ഷേ മന്ധര പിന്മാറിയില്ല. ഒരേ കാര്യം തന്നെ പല രീതിയിൽ, പല ഭാവങ്ങളിൽ കൈകേയിയുടെ ചെവിയിൽ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ഭാവിയെക്കുറിച്ചുള്ള ഭയം, സ്വന്തം സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക, മകന്റെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, ഇതെല്ലാം മന്ധരയുടെ വിഷം പുരട്ടിയ വാക്കുകളിലൂടെ കൈകേയിയുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ആ സ്നേഹനിധിയായ ആ അമ്മ ക്രൂരയും സ്വാർത്ഥയുമായ ഒരു സ്ത്രീയായി മാറി. ശ്രീരാമനെ അത്രയധികം സ്നേഹിച്ചിരുന്ന കൈകേയി അതേ രാമൻ കൺമുന്നിൽ നിന്ന് പോകണമെന്ന് വാശിപിടിക്കുന്ന അവസ്ഥയിലെത്തി. എന്താണിവിടെ സംഭവിച്ചത്? കൈകേയിക്ക് മന്ധരയുള്ള സ്വാധീനത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിഞ്ഞില്ല. ആ വിഷലിപ്തമായ ചിന്തകൾക്ക് ഒരതിർവരമ്പ് വയ്ക്കാൻ അവർക്കായില്ല. അതിന്റെ ഫലമോ? ഒരു കുടുംബം മുഴുവൻ ചിതറിപ്പോയി ദശരഥ മഹാരാജാവിന്റെ മരണത്തിനുവരെ അത് കാരണമായി. പിന്നീട് കൈകേയി ഒരുപാട് പശ്ചാത്തപിച്ചു. പക്ഷേ നഷ്ടപ്പെട്ടതൊന്നും തിരികെ ലഭിച്ചില്ല. ഇവിടെയാണ് നമുക്കുള്ള രണ്ടാമത്തെ പാഠം. നമ്മുടെ ജീവിതത്തിലെ മന്ധരമാരെ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ. അവരുമായി ഒരു വൈകാരികമായ അകലം പാലിക്കാൻ പഠിക്കണം.